നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അവസാനവട്ടം പട്ടിക പുറത്തുവിടുമ്പോൾ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ഒരു പേരുണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുകയാണ്. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ പേര് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഉണ്ടായാൽ ആ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ചോളാം, അല്ലെങ്കിൽ ഉറപ്പിച്ചോ സതീഷ എന്നാണ് പലരും പറയുന്നത്. കാരണം നമുക്കറിയാം, ഇംഗ്ലീഷിലുള്ള അവരുടെ പാണ്ഡിത്യം, അതിനെക്കുറിച്ച് പറയുന്ന രീതി, ഇംഗ്ലീഷിൽ മാത്രമല്ല മാതൃഭാഷയിൽ അവരുടെ സംസാര രീതികൾ, ഓരോ കാര്യത്തിലെടുക്കുന്ന വ്യക്തത, ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് അവർ കൊടുത്ത കൃതകൃത്യമായ മറുപടി, ഇതെല്ലാം, അതുമാത്രമല്ല സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്, എന്താണോ ഒരു നേതാവ് എന്ന് സാധാരണക്കാർ ചിന്തിക്കുന്നത്, ആ ഒരു എല്ലാം തികഞ്ഞ ഒരു നേതാവിനെ പോലെ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരാളെ പോലെയാണ് പലർക്കും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ ശ്രീനയെ നിർത്തിക്കഴിഞ്ഞാൽ ശ്രീന വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പലരും പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് നോക്കാം ശ്രീനാഥ് ദേവിയെ നിർത്തുമോ എന്നുള്ളത്. ശ്രീനാഥ് ദേവിയെ ഒതുക്കാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അവർക്ക് പ്രതികരിക്കാൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത വ്യക്തിയാണ്. ഏറ്റവും ഒടുവിൽ NDTV സംഘടിപ്പിച്ച ഒരു ഇംഗ്ലീഷ് സംവാദ പരിപാടിയിൽ രാഹുൽ ഈശ്വർ, ശബരിനാഥ്, ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ, അതുപോലെ തന്നെ ശശി തരൂർ തുടങ്ങിയവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ ആ സംസാരം കേൾക്കുമ്പോഴൊക്കെ തന്നെ ശശി തരൂർ പോലും അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് ആയിരുന്നു ശ്രീനാഥ് ദേവി പറഞ്ഞത് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഇപ്പോഴിതാ ശ്രീനാഥ് ദേവി ഏറ്റവും ഒടുവിൽ ഗോവിന്ദൻ മാഷ് നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് എത്തുകയാണ്. ആ ഒരു പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് നമ്മുടെ KK ശൈലജയെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശൈലജയുടെ സിറ്റിംഗ് സീറ്റ് നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് ഗോവിന്ദൻ മാഷ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അത് ശൈലജയെ ഒതുക്കിയതല്ല, ശൈലജയ്ക്ക് മാത്രമേ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നായിരുന്നു. അതിന് ശ്രീനാഥ് ദേവി ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അപ്പോൾ ശ്രീ പിണറായി വിജയൻ ആണേൽ പേരാവൂരിൽ തോൽക്കുമെന്നാണോ? പണ്ടേ ഇനി ആര് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ KK ശൈലജയെ നോക്കി നെറ്റ് ചുളിക്കുന്ന മുഖ്യനാണ് അദ്ദേഹത്തെ ധർമ്മടത്തെ റിലീസിംഗ് ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി അസ്വസ്ഥപ്പെടുത്തിയത് ശരിയായില്ല. എനിവേ, പേരാവൂരിന്റെ ഹൃദയത്തിൽ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നാണ് പറയുന്നത്. പണ്ട് ഷാഫിയെ തോൽപ്പിച്ചതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വേറെ ആർക്കും ചങ്കൂറ്റമില്ല എന്ന് ഇയാൾ ആ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. വടകരയിൽ തോൽപ്പിച്ചതുപോലെ ആവും മാഷ് ഉദ്ദേശിച്ചത്. അതെ, വടകരയിൽ ഷാഫിയെ തോൽപ്പിച്ചതുപോലെ. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് മതി, UDF വിജയം എളുപ്പമാകും. ഈ പറയുന്നത് ഓർത്തു വെച്ചോളൂ, ഇനി മാറ്റി പറയും എന്ന് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. ഇയാളിൽ നിന്ന് ഇനിയും കുറെ പഠിക്കാനുണ്ട്, ക്യാപ്സ്യൂളുകൾ പഠിക്കാനുണ്ട് എന്ന് പറയുന്നു. മുഖ്യന് ധർമ്മടത്ത് മാത്രമേ വിലയുള്ളൂ എന്ന് വേറെ എവിടെ നിന്നാലും പൊട്ടും. അതാ വിജയേട്ടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെയാണ് വിജയൻ ചേട്ടൻ ഉപയോഗിക്കുന്ന കുഞ്ഞമ്മ ഇപ്പോൾ സീറ്റിനായി പ്രയോഗിക്കുന്നത്. നേരിട്ട് മുഖ്യമന്ത്രിയെ പേരെടുത്തു ആക്രമിച്ചു കൊണ്ട് വെട്ടുക്കിളി കൂട്ടങ്ങളുടെ കയ്യടി വാങ്ങിക്കുക. അങ്ങനെ നിയമസഭാ മത്സരത്തിന് ഒരു സീറ്റ് വല്ലോ നടക്കുവോ, അതോ എല്ലാം വെറുതെയാവുമോ? ഈ പുള്ളി വാ തുറക്കാതിരിക്കാൻ CPM-കാര് എന്തെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ബാക്കി 139 പാഴുകളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മാഷ് ടീച്ചറെ കട്ടയും പടവും അടക്കി അടങ്ങൂ എന്നാണ് തോന്നുന്നത്. ഈ ഇജാദ് ഡയലോഗ് അടിച്ചാൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് തോൽപ്പിച്ചോളും. കാരണം തന്നേക്കാൾ വലുതാവണ്ട എന്നത് തന്നെ. തീർച്ചയായും നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്ക് കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കുമെന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം.